ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങൾ പലർക്കുമുണ്ട്. ആ സംശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും സംശയ ദൂരീകരണം ഉറപ്പുവരുത്തുവാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്ത് വായിക്കാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സാർ, ഞാൻ വർക്കലയിൽ നിന്നും എഴുതുന്ന കത്താണ്. എനിക്ക് 49 വയസ്സായി. ഇതുവരെയും ജീവിതത്തിൽ ഒരു പുരോഗതിയുമില്ല. പലരും വീടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നു. ഇതുവരെ എനിക്ക് വിവാഹവും നടക്കുന്നില്ല. എൻ്റെ ജാതകവും വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ ഒരു ചുറ്റളവിലാണ് നിൽക്കുന്നത്. ചില മരണ ചുറ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് ഒരു 130 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു ചുറ്റളവിലേക്ക് എത്തുകയുള്ളൂ. അത് 130 സെൻറ്റിമീറ്ററിൻ്റെ അത് കൂട്ടിയെടുക്കുമ്പം 57 കോൽ വരും. സിംഹയോനിയാണ്, ചതയ നക്ഷത്രമാണ്, ബാല്യത്തിലാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലാണത് വരിക. അതുപോലെ ഇപ്പം ഞാൻ 130 സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കാൻ പറഞ്ഞതിൽ 130 സെൻറ്റിമീറ്റർ താഴോട്ട് കുറയരുത്. ഒരു 3-4 സെൻറ്റിമീറ്റർ കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറയാൻ പാടില്ല. അതുപോലെ വസ്തു സംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ടാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ഈ ഒരു വസ്തുവിൽ നമ്മൾ സ്ഥിരമായിട്ട് താമസിച്ച് കഴിയുമ്പം ഇതിനകത്ത് നമുക്ക് പലപ്പോഴും വസ്തു വിറ്റ് മാറി പോകേണ്ടതായിട്ടുള്ള അവസ്ഥകളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഇവരേതെങ്കിലും ഒരു കർമ്മയെ കൊണ്ടുവന്ന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം. ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ബുധദശയാണ്, അതിൽ കേതുവിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വരാവുന്ന ഒരു സമയം കൂടെയാണ്. അതുപോലെ ഇദ്ദേഹം ഒരു വിധത്തിൽ ഇദ്ദേഹം രക്ഷപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പിതൃദോഷം ഇദ്ദേഹത്തിന് കാണുന്നുണ്ട്. അപ്പം പിതൃബാധയായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ ഇവരുടെ പരദേവതകളെ അപ്രീതി കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു കട്ടിങ് പോർഷനായിട്ട് കാണുന്നുണ്ട്. കാരണം കിഴക്ക് വടക്ക് ഭാഗം മിസ്സിംഗ് ആയ വീടുകളിൽ താമസിച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം, അങ്ങനെയുള്ള വീട്ടിൽ നമ്മൾ താമസിക്കുകയോ കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിപ്പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാകും. കാരണം വീടിൻ്റെ എനർജി സർക്കുലേഷൻ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്ത് വിടണം. അത് തന്നല്ല, കിഴക്കുവടക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ചിട്ട് ഇതിനകത്ത് പ്രശസ്തിയുടെ ഭാഗമാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഇദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. അത് തന്നല്ല, സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ളൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്ത് വിടണം. അതുപോലെ മെയിൻ ഡോറിൻ്റെ നേരെ ഒരു കിണർ വരുന്നുണ്ട്. കാരണം വെച്ചാൽ മെയിൻ ഡോറിന് നേരെ കിണർ വരുന്ന ദോഷമാണ്. പലപ്പോഴും അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുമ്പോൾ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ആരെങ്കിലും ഒരാൾ കിടപ്പിലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വീടിന് നേരെ കിണർ വരുന്ന ദോഷമാണ്. അപ്പോൾ അത് കാണാത്ത രീതിയിൽ അതൊരു മതിലുകളെല്ലാം കെട്ടി സെപ്പറേറ്റ് ചെയ്യിപ്പിക്കണം. അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള വസ്തുവിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ നട്ടം തിരിയേണ്ട അവസ്ഥയിലേക്ക് വരാം. കേസ് വഴക്കുകൾ വരാം, കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഡോറ് നോർത്ത് ഈസ്റ്റിലാക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടും കുറച്ചുകൂടി ഉള്ള ഉയർച്ചയും ഉന്നമനങ്ങളും ഒക്കെ വരാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിതൃദോഷവും അതുപോലെ പരദേവതകളുടെ പ്രീതിയും ക്ലിയർ ചെയ്യണം. അതുപോലെ പിതൃദോഷത്തിന് എത്രയും പെട്ടെന്ന് ഇദ്ദേഹം വേണ്ടുന്ന പരിഹാരം ചെയ്യണം. അതുപോലെ പരദേവതാ പ്രീതിയോട് വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും. വസ്തുവിൻ്റെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം കൂടുതൽ ഗുണഫലങ്ങളും കൂടുതൽ ഐശ്വര്യങ്ങളും ഇദ്ദേഹത്തിന് വരികയും ചെയ്യും. ഇപ്പോൾ ചില വീടുകൾ, അതായത് അവർ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വീട്ടിലേക്കോ അങ്ങനെ ഒരു സൗകര്യത്തിലേക്കോ, അല്ലെങ്കിൽ വീട് ഒരു പക്ഷേ ആ വീട് വാങ്ങിയതായിരിക്കാം, പുതിയൊരു വീട് വെക്കണം, നിർമ്മിക്കണം എന്നുള്ള താല്പര്യത്തോടെ ചിലപ്പോൾ നിലവിലുള്ള വീട് വിറ്റിട്ട് പുതിയൊന്നിലേക്ക് കൺസ്ട്രക്ഷനിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന ഈ വീട് വിൽപ്പനയാവാത്തതാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെയാകാം ഈ പ്രശ്നമായിട്ട് നിൽക്കുന്നത്? എന്തൊക്കെ നമുക്ക് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ മെയിൻ ഒരു വിഷയം വെച്ചാൽ നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന വീടുകളിൽ നമുക്കൊരു സഹായത്തിൻ്റെ ഒരു പോർഷനുണ്ട്. കാരണം ഹെൽപ്പിൻ്റെ പോർഷനാണ്, നേരത്തെ തൊഴിലിൻ്റെ പോർഷന്, അതുപോലെ കുട്ടികളുടെ ചിൽഡ്രൻസിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഹെൽപ്പിൻ്റെ ഒരു പോർഷനുണ്ട്. അപ്പം സഹായത്തിൻ്റെ പോർഷൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ആ കോർണറുകൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷൻ പരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു വീട് വിൽക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തന്നെ ചിലപ്പോൾ ബ്രോക്കേഴ്സ് വന്ന് ആ വീട് വാങ്ങിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവരതിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാറില്ല. അഥവാ വാങ്ങിക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു വീട് ഇഷ്ടപ്പെടുകയില്ല, ഒരു വിധത്തിലും പണി മുന്നോട്ട് പോകില്ല, കാര്യങ്ങൾ നടക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ
ചില സ്ഥലങ്ങൾ വളരെ എണ്ണം കെട്ട സ്ഥലങ്ങളുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ചെന്ന് നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ മൊത്തം ആ വീട്ടുകാരെ ആയിരിക്കും ബാധിക്കുക. അങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് ഇതേപോലെ വീട് വെച്ച് താമസിക്കുന്നതെങ്കിൽ എത്ര നമ്മൾ ശ്രമിച്ചാലും വീടും വസ്തുവും കൈവിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതിനുള്ളൊരു റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ, അതിനെന്താണ് പ്രതിവിധി, എവിടെ പോയാൽ അത് മാറും എന്ന് നോക്കിയ ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഒരു ജ്യോത്സ്യന് നിർമ്മിക്കാൻ സഹായിക്കാൻ പറ്റും. വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചു പണിയൊന്നും കൂടാതെ ഹെൽപ്പിൻ്റെ ഭാഗത്ത് എന്താണോ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്, അവിടുത്തെ പഞ്ചഭൂതങ്ങൾ ഏതാണ് എന്ന് നോക്കിയ ശേഷം അതിനെ എനർജൈസ് ചെയ്യാനുള്ള പഞ്ചഭൂതങ്ങൾ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതോടുകൂടി അതിനൊരു മാറ്റം അവർക്ക് ഫീൽ ചെയ്യും. വസ്തു വിൽക്കാനുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ട് നമുക്ക് കുറേ ഓപ്പൺ ചെയ്ത് വിടാൻ പറ്റും. നല്ല വില കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഒരു മാറ്റം അവർക്ക് ഫീൽ ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും അതുപോലെ തന്നെ സംശയ ദൂരീകരണങ്ങൾക്കുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്താവുന്നതുമാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.